ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ സെർച്ച് ബോക്സിനെ പറ്റിയിട്ടാണ്. സെർച്ച് ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? അതായത് ഒരു പെർട്ടിക്കുലർ ഡാറ്റ ഐറ്റം നമ്മുടെ വർക്ക്ഷീറ്റിൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെർച്ച് ബോക്സ് യൂസ് ചെയ്യുന്നത്. അത് സെർച്ച് ചെയ്യാൻ മാത്രമല്ല, ഉണ്ടെങ്കിൽ നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക കൂടി ചെയ്യും. ഓക്കെ, സപ്പോസ് നമ്മളൊരു എംപ്ലോയി നെയിമാണ് സെർച്ച് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ ആ എംപ്ലോയി നെയിമുള്ള ആളുടെ കംപ്ലീറ്റ് ഡാറ്റയും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതായത് ആ റോ കംപ്ലീറ്റ് ആയിട്ടും ഹൈലൈറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ആ പ്രോഡക്റ്റ് ഒന്നിൽ കൂടുതൽ തവണ നമ്മുടെ വർക്ക്ഷീറ്റിലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടും സെയിം ടൈമിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെർച്ച് ബോക്സ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ ചെയ്യുന്നത്, അതായത് സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇതിൻ്റെ വർക്കിംഗ് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ആരോൺ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു വർക്ക്ഷീറ്റിൽ ഉണ്ടോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ, അയാളുടെ ഡാറ്റ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആരോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ കീ അടിക്കുന്നു. കണ്ടോ, ആരോൺ എന്ന് പറയുന്ന അയാൾ മാത്രം ഇവിടെ ഹൈലൈറ്റഡ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയും സെയിം നെയിമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഹൈലൈറ്റഡ് ആവുന്നതായിരിക്കും. കണ്ടല്ലോ, അപ്പോൾ 2 പേരാണ് ഈ ഒരു വർക്ക്ഷീറ്റിൽ ആരോൺ എന്ന പേരിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെർച്ച് ബോക്സ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സെർച്ച് ബോക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതായത് ഞാനിവിടെ സെർച്ച് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ബോൾഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏത് ഏത് സെല്ലിലാണോ നിങ്ങൾക്ക് ഈ ഒരു സെർച്ച് ബോക്സ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെല്ലിനെ ജസ്റ്റ് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് ഈ സെർച്ച് ബോക്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഞാൻ ഇവിടെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എന്താണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു സെല്ലിലാണ്. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ എൻറ്റയർ ഡാറ്റ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ എൻറ്റയർ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലേക്ക് പോവുക. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു നല്ല ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇനി കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ നമ്മൾ എടുക്കേണ്ടത് ന്യൂ റൂളാണ്. ഓക്കെ, ന്യൂ റൂൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഇതാണ്, യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഇനി ഇക്വേഷൻ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു, നമ്മൾ സെർച്ച് എന്ന് പറഞ്ഞിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സെർച്ച് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം പാരന്തസിസ് ഓപ്പൺ ചെയ്യുക. സെർച്ചിൻ്റെ ഉള്ള ആദ്യത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെർച്ച് ബോക്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സെൽ അഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ കോമ ഇടുക. കണ്ടല്ലോ, നമുക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അതാണ് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. ഇനി അങ്ങോട്ടുള്ള ആർഗ്യുമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ കോളത്തിലാണോ സെർച്ച് ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ ഹെഡറിൻ്റെ അഡ്രസ്സ്, ഹെഡർ ഏത് സെല്ലിലാണോ ഉള്ളത് ആ സെല്ലിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സാണ് നമ്മളിനി കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ആ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളം ഫിക്സ് ചെയ്തിട്ടാണ്, അതായത് കോളം ലോക്ക് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. കോളം ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അതായത് ഫ്രണ്ടിലാണ് നമ്മൾ $സൈൻ ഇടേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അബ്സല്യൂട്ട് റെഫറൻസിനെ പറ്റിയിട്ടും റിലേറ്റീവ് റെഫറൻസിനെ പറ്റിയിട്ടും ഒക്കെ ഡൗട്ടുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. കാരണം നമ്മൾ ഹോൾ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് 2 സൈഡിലും ഡോളർ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഡോളർ, ഫസ്റ്റ് കോളത്തിൻ്റെ ഹെഡർ എന്ന് പറയുന്നത് എംപ്ലോയി നെയിമാണ്. അപ്പോൾ എംപ്ലോയി നെയിമിൻ്റെ അഡ്രസ്സാണ് വേണ്ടത്. A1 ആയിരിക്കുമല്ലോ. അപ്പോൾ അത് A1 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി കോമ വേണ്ട, അങ്ങോട്ടേക്ക് കോമയെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പകരം കോൺകാറ്റിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആംപർസാൻഡ്, നെക്സ്റ്റ് എന്താണ്, വീണ്ടും $സൈൻ ഇടുന്നു. അടുത്ത സെൽ അഡ്രസ്സ് B1. അപ്പോൾ B1, ദെൻ എഗെയിൻ എന്താണ്, കോൺകാറ്റിനേറ്റ് ചെയ്യുക. ദെൻ വീണ്ടും $സൈൻ ഇടുന്നു. ദെൻ C1, എഗെയിൻ ആംപർസാൻഡ്, അതായത് കോൺകാറ്റിനേഷൻ, ദെൻ $സൈൻ. D1, എഗെയിൻ ആംപർസാൻഡ്, ദെൻ $സൈൻ. ദെൻ E1 എത്ര വരെ എൻ്റർ ചെയ്ത് കൊടുക്കണം, നമുക്കുള്ളത് G വരെയാണ്. അപ്പോൾ G വരെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ആംപർസാൻഡ് F1, again concatenation, then ampersand $sign, then F1, again ampersand $sign G1. then എന്ത് ചെയ്യുക, നമ്മുടെ ബ്രാക്കറ്റ്, നമ്മുടെ പാരന്തസിസ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ സെർച്ച് ചെയ്യേണ്ട വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്കത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റിലേക്ക് പോവാം. എന്നിട്ട് ഫിൽ കളർ എടുക്കുക. ഓക്കെ, ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഏത് കളറിലാണോ വേണ്ടത് ആ കളർ ഒന്ന് ചൂസ് ചെയ്യുക. ദെൻ ഓക്കെ അടിക്കുന്നു.
ഇവിടെയും വന്ന് ഓക്കെ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അതായത് നമ്മുടെ ഹോൾ വർക്ക്ഷീറ്റും ഹൈലൈറ്റഡ് ആയിട്ടാണ് വരിക. അതിനുള്ള റീസൺ ഞാൻ പറയാം. പക്ഷെ നമുക്ക് നമ്മുടെ ഫോമുല വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. സിൻഡ എന്ന പേരുള്ള ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്ക് സിൻഡ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ അടിക്കുന്നു. കണ്ടോ, സിൻഡ മാത്രം ഹൈലൈറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോമുലയ്ക്ക് പ്രശ്നമൊന്നുമില്ല, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എനിക്കിവിടെ കോൺട്രാക്ട് ബേസിൽ മാത്രം വർക്ക് ചെയ്യുന്നവരെ ഹൈലൈറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. കണ്ടോ, കോൺട്രാക്ട് ബേസിൽ മാത്രം വർക്ക് ചെയ്യുന്നവർ ഹൈലൈറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ, അതായത് എൻറ്റയർ വർക്ക്ഷീറ്റ് ഹൈലൈറ്റഡ് ആവുന്ന ഒരു പ്രോബ്ലം. അതായത് ഞാനിപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്ത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നിരിക്കട്ടെ. ദെൻ ഞാൻ പുറത്ത് വന്നിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് വർക്ക്ഷീറ്റും ഇങ്ങനെ ഹൈലൈറ്റഡ്, അതായത് ഇങ്ങനത്തെ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ കൊടുത്ത കളറിലേക്ക് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫുൾ റോസും ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സെർച്ച് ബോക്സ് എംപ്റ്റി ആകുമ്പോൾ ആ സെർച്ച് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ആകുമ്പം സെർച്ച് ബോക്സ് എംപ്റ്റി ആണെന്ന് അറിയുകയും നമ്മുടെ കംപ്ലീറ്റ് റോസും ഹൈലൈറ്റഡ് ആവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ റിട്ടേൺ ചെയ്യേണ്ടത് 0 ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാം? ഈസ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫോമുല എടുക്കാം. കണ്ടീഷണൽ ഫോമാറ്റിങ്ങിൽ മാനേജ് റൂൾസ് എടുത്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ദിസ് വർക്ക്ഷീറ്റ് കൊടുക്കുകയാണ്. ദിസ് വർക്ക്ഷീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കംപ്ലീറ്റ് നമ്മൾ ഈ വർക്ക്ഷീറ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ള റൂൾസ് കംപ്ലീറ്റ് ഇവിടെ കാണാം. അതിൽ എഡിറ്റ് റൂൾ എടുക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ, സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോമുലയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ടൈപ്പ് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുകയുള്ളൂ. സോ ഞാനിതൊന്ന് റിമൂവ് ചെയ്യുകയാണ്. ദെൻ ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് ഇഫിൻ്റെ ഉള്ളിലാണ്. ഇഫിൻ്റെ ഉള്ളിൽ ഈസ് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഈസ് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെർച്ച് ബോക്സ് ബ്ലാങ്ക് ആണോ, അതായത് എംപ്റ്റി ആണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈസ് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തിനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ആ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഒരു പാരന്തസിസിൽ കൊടുക്കണം. അതായത് നമ്മുടെ ഈ സെർച്ച് ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെർച്ച് ബോക്സ് എംപ്റ്റി ആണോ നോക്കി. എംപ്റ്റി ആണെങ്കിൽ എന്താണ്? 0 റിട്ടേൺ ചെയ്യാം. എംപ്റ്റി ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ വീണ്ടും കോമ ഇടുക. ദെൻ നേരത്തെ അതായത് ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫോമുല ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് സെർച്ച് എന്നുള്ള നമ്മുടെ പഴയ ഫോമുല അതുകൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. ഈ ഫോമുല ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇഫിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഈസ് ബ്ലാങ്ക് എന്ന് നോക്കും, അതായത് സെർച്ച് ബോക്സ് എംപ്റ്റി ആണോ നോക്കും. എംപ്റ്റി ആണെങ്കിൽ അത് 0 റിട്ടേൺ ചെയ്യും. എംപ്റ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത ഈ ഒരു സെർച്ച് കണ്ടീഷൻ കംപ്ലീറ്റും ചെക്ക് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഹൈലൈറ്റ് ചെയ്യും. ലാസ്റ്റിൽ നമുക്ക് 2 പാരന്തസിസ് ക്ലോസ് ചെയ്യാനുണ്ട്. ഒന്ന് ഇഫിൻ്റെയും മറ്റൊന്ന് നമ്മുടെ സെർച്ചിൻ്റെയും. ഓക്കെ, അപ്പോൾ അത് രണ്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഓക്കെ അടിക്കുന്നു. അപ്ലൈ. ഓക്കെ, കണ്ടോ? അത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇത് കംപ്ലീറ്റും വൈറ്റ് കളറിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ആരോൺ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇത് കേസ് സെൻസിറ്റീവ് അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കേസിൽ വേണമെങ്കിലും, അതായത് ക്യാപിറ്റലോ സ്മോളിലോ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ആരോൺ മാത്രം ഇവിടെ ഹൈലൈറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 ആരോൺ ഉണ്ട്, അവർ രണ്ടുപേരെയും ഹൈലൈറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്പർ വരെ കൊടുക്കാം. 147 മാത്രമുള്ള എംപ്ലോയി ഐ ഡി ഉള്ളവർ മാത്രം ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, 147 തുടങ്ങുന്ന എംപ്ലോയീസ് മാത്രം ഇവിടെ ഹൈലൈറ്റഡ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെർച്ച് ബോക്സ് വർക്ക് ആവുന്നത്. ഇനി ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഞാൻ ആരോൺ എന്ന് പറയുന്ന ആളെ ഒന്നുകൂടി സെർച്ച് ചെയ്യുകയാണ്. ദെൻ എൻ്റർ കീ അടിക്കുന്നു. അപ്പം നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നുകൊണ്ട് അറിയാം അല്ലേ, 2 പേരുണ്ട്. ഈ 2 പേരുടെ ഡീറ്റെയിൽസ് മാത്രമാണ് എനിക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യാം നമുക്ക്. അതായത് നമ്മുടെ ഹെഡർ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? സോർട്ട് ആൻഡ് ഫിൽറ്ററിൽ പോയിട്ട് ഒരു ഫിൽറ്റർ അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫിൽറ്റർ ബൈ കളർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഫിൽറ്റർ ബൈ സെൽ കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മാത്രമായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് വേറെ വർക്ക്ഷീറ്റിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു സെർച്ച് ബോക്സിൻ്റെ കൂടി ഫിൽറ്റർ കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സെർച്ച് ബോക്സ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.